വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കാണിച്ചു തരുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ എന്ന് പറയാം, ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി എഗ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 2 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 2-3 അല്ലി എന്താ പറയുക 2-3 ഗ്രാമ്പു, ഒരു ബേ ലീഫിൻ്റെ കുഞ്ഞ് കഷ്ണം ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും ഇതെന്ത് വരണ്ട, ഒരു മീഡിയമായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കാം. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തു. ഇനി ആ പൊടികളുടെ ആ മണം മാറുന്നോളം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ച തക്കാളി, ഉള്ളിയൊക്കെ വഴറ്റിയത് ഞാൻ അരച്ചെടുത്തു. എന്നിട്ട് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇനി മല്ലിയില വേണമെങ്കിൽ ഇടാം, നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടാം. പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുകയാണ്, കുറച്ച് മല്ലിയില. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കോഴിമുട്ട വേവിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ കറിയിലോട്ട് ഇടുന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനത് പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിള വന്ന്, ചെറുതായിട്ടൊന്ന് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കുമ്പള പോലെ വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫാക്കാം, സ്റ്റവ് ഓഫാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫ്ലേവേഴ്സൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഇടാം. ഇതിലേക്ക് കുറച്ച് നുള്ളു പഞ്ചസാര ആഡ് ചെയ്യാം. വേണമെങ്കിൽ സോയാ സോസ് ഒരു കുറച്ച് ഒഴിക്കാം. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്കിതിൻ്റെ ടേസ്റ്റ് വേറെ ആക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്ര സാധനം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് കറി എല്ലാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Bye bye.